ഈ അടുത്ത വനിതയിൽ പ്രശ്നമൊക്കെ നടന്നല്ലോ, നിങ്ങൾ കയറാൻ പാടില്ല, റിവ്യൂ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ 3 പേര്, ഞാൻ അഭിലാഷ് ചാട്ടയും പെരേറ. ആളെ അഭിലാഷ് ചാട്ടത്തിന് അടുത്ത് ഇറക്കി വിട്ടു എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താ? ഞാൻ ഫേമസ് ആയതും തിയേറ്റർ ഫേമസ് ആയതും ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഫേമസ് എന്നതിലൂടെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തോ പ്രൊഡ്യൂസേഴ്സാണ് ഡയറക്ടേഴ്സ് ആർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു, എൻ്റെയും പെരേറയുടെ ആട്ടായിരുന്നു എടുക്കാൻ പാടില്ല. എനിക്ക് തിയേറ്റർ ഓണർ എന്നോട് വൈരാഗ്യം തോന്നുന്നില്ല, അവർക്ക് അങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പം പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പടം കാണാൻ പറ്റും. പിന്നെ റിവ്യൂ ഒരാളുടെ മാത്രം അങ്ങനെ ബാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ലീഗലായിട്ട് പറയണം. പുള്ളിയുടെ തിയേറ്ററാണ്, പുള്ളിക്ക് ഒരു താല്പര്യമില്ല നമ്മൾ വരുന്നൊന്നും. പുള്ളിയെക്കാട്ടും സിനിമാക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. കാരണം ഇനി ഞങ്ങളെ പോലെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് തന്നെ പുള്ളിക്ക് വേറെ സിനിമ പ്രദർശിപ്പിക്കുന്ന കാര്യവും അവർ ബാധിക്കും. മീഡിയക്കാർക്കാണെങ്കിൽ അടുത്ത പ്രസ് മീറ്റിന് അടുത്ത പ്രൊമോഷൻ ബാധിക്കും. ഇത് മെയിൻലി തിയേറ്റർ ഓണർ നല്ല കളിക്കണം. സിനിമാക്കാരാണ്, സിനിമ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ്. എന്താണ് അവർക്ക് ഇത് വൈരാഗ്യം വരാൻ കാരണം അറിയില്ല. അത് എൻ്റെ വീഡിയോസിൽ പറയണമെന്ന്. അത് ഞാൻ നല്ലതും പറഞ്ഞിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എത്രയോ നല്ല കാര്യം. ഇപ്പോൾ ലാലേട്ടൻ വെച്ചാൽ എപ്പോഴും പറയാറില്ല, ലോകം കണ്ട് മികച്ച നടനാ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് മാത്രമല്ല പറഞ്ഞതാണ്. അത് ആ രീതിയിലെടുക്കാൻ ഇവർക്ക് ആ വിമർശനം ആ രീതിയിലെടുക്കാൻ പോസിറ്റീവ് വിമർശനമുണ്ട്, നെഗറ്റീവ് വിമർശനമുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്തിനു കുഴിച്ചുകൊണ്ട് ആവശ്യം? ഹേമ കമ്മിറ്റി സത്യമാണെങ്കിൽ പുറത്ത് വരണമല്ലോ. അത് കുഴിച്ചുകൊണ്ട് ആവശ്യം തന്നെ. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ സാനിയപ്പം പോലെ ആൾക്കാർ പറഞ്ഞു ഇവിടെ കൈ കൊടുക്കുന്ന മറ്റൊക്കെയാണ് പ്രശ്നം, ഹാൻഡ് ഷേക്ക് കൊടുക്കും മറ്റല്ല. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? അതിന് തന്നെ കുഴിച്ചുകൊണ്ട് ആവശ്യം? അത് പുറത്ത് വരേണ്ട കാര്യമല്ലേ? അത് ശത്രുവിൻ്റെ ആവശ്യമില്ല. കാരണം അത് അവർ തെറ്റുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അല്ലെങ്കിൽ അതാണ് റെസ്പോൺസിബിൾ തന്നെയാണ്. അതുകൊണ്ടാവാം അത് മറ്റേ ഹേമ കമ്മിറ്റി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആ ട്രാൻസ്ജെൻഡർ കേസിലെല്ലാം കൊണ്ടുവന്നത്. ഹേമ കമ്മിറ്റി പോട്ടെ, എന്തായാലും അങ്ങനെ അവരൊരാൾ വിചാരിച്ചു തള്ളി അത് വരികയും ചെയ്യും, അത് ഇനിയും വരികയും ചെയ്യും. എന്താണ് ഇവരുടെ പ്രശ്നം മനസ്സിലാവുന്നില്ല. കൈ കൊടുത്താണെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? എന്താ ഇവർക്ക് ഒരു തരത്തിലുള്ള ഗുണ്ടാഴ്ചയാണ്. ആക്ച്വലി ഇവർ കാണിക്കുന്ന ഗുണ്ടാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ട് അഡ്വക്കേറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റും. റിവ്യൂ 1-2 ആൾക്കാർ മാത്രം ബാൻ ചെയ്യാൻ പറ്റില്ല. ബാൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ബാൻ ചെയ്യണം. അതാണ് ലീഗലായിട്ട് കിട്ടിയ അഡ്വൈസാണ്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും പോകാൻ സാധ്യത കുറവാണ്. കാരണം വെറുതെ എന്തെങ്കിലും വിടാമെന്ന് പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ വടക്കരമന സിനിമയ്ക്ക് വന്നപ്പോൾ ചില ആർട്ടിസ്റ്റിലെടുത്ത് ചെന്നപ്പോൾ മീഡിയക്കാർ വീഡിയോ എടുക്കാൻ വന്നു. അപ്പോൾ ഈ തിയേറ്ററൊന്നും പറയാൻ എടുക്കേണ്ട, വീഡിയോ എടുക്കാൻ വരുന്ന മീഡിയക്കാർ പറയാൻ എടുക്കാൻ പാടില്ല. അങ്ങനെ ശരിക്കും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകമാണ്. പക്ഷേ അവർക്ക് സിനിമാക്കാരുടെ പ്രഷർ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അഭിലാഷ് ചാട്ടയെ പിടിച്ച് അടിക്കണ്ടേ? അല്ലെങ്കിൽ വേറെ അങ്ങനെ അനുഭവം ഇവിടെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. പുള്ളി സംസാരിക്കാൻ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. ഞാൻ പോലീസ് പറഞ്ഞ എൻ്റെ ടിക്കറ്റ് ഇട്ട് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് ഉണ്ട്, പിന്നെ ലോകം ചോദിച്ചു. 2 കാര്യമില്ല ഇവർ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ കയറി പടം കാണാനും പറ്റും, റിവ്യൂ കൊടുക്കാനും പറ്റും. പക്ഷേ ഇവരെ അത് ബാധിക്കും, സിനിമാക്കാരെയും ബാധിക്കും, മീഡിയക്കാരെ ബാധിക്കും. അതുകൊണ്ട് മാത്രം മാറിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ലീഗലി എനിക്ക് കയറാൻ പറ്റും അവിടെ. ടിക്കറ്റ് കൊടുത്ത് കാണാം, ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ റിവ്യൂ ഒരാളുടെ മാത്രം ബാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ലീഗലി എനിക്ക് കിട്ടിയ അഡ്വക്കേഷനാണ്. സിനിമ പേടി സംഭവം ഇപ്പോഴും ഇല്ല. സിനിമ പോയി കാണാനും പറ്റും. കാരണം അത് അലൗഡാണ് ലീഗലി. ഞാൻ അഡ്വക്കേറ്റിന് ചോദിച്ചു, അവിടെ റിവ്യൂ എടുക്കാനും പറ്റും. കാരണം പക്ഷേ ഇത് ആ തിയേറ്റർ ഓണറിനെയും ആ സെയിം തിയേറ്റർ സിനിമ ഈ മീഡിയക്കാരെയും ബാധിക്കുന്നുണ്ട്. ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ പോകുന്നില്ല.